ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് ഉഴുന്ന് പരിപ്പ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് 4 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇതങ്ങനെ കുതിർത്തെടുത്തിരിക്കുന്ന ഉഴുന്നുപരിപ്പാണ്. അതിലത്തെ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ മാറ്റിയതിന് ശേഷം 2 ബാച്ചസ് ആയിട്ട് അരച്ചെടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓരോ ബാച്ചും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിരുന്നു. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ വിസ്കോ സ്പൂണോ ഫോക്കോ ഉപയോഗിച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ കൂട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ ലൈറ്റായിട്ട് കിട്ടാനും നമ്മളുടെ ഉഴുന്നുവട പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും ഈ ഒരു ബീറ്റിംഗ് എന്തായാലും ചെയ്യണം. മിക്സിയിൽ അരച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയെന്ന് മനസ്സിലാക്കാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊങ്ങി നിൽക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ഏകദേശം 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിക്ക് പകരം കുരുമുളക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നോക്കിയിട്ട് പാകത്തിന് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂട്ട് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മൂടൻ കുരുമുളക് കുറച്ചെണ്ണം ഇട്ടിട്ടുണ്ട്. അത് ഇടണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. അത് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനായിട്ടൊരു ചമ്മന്തി കൂടെ തയ്യാറാക്കി എടുക്കാം. മിക്സറിൻ്റെ ജാറിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത്, എരിവിന് പാകത്തിന് 4-5 പച്ചമുളക്, കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ ഉണ്ട പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങൾ കുറച്ച് കുറച്ചായി ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. വെള്ളം ഈ ഒരു ചമ്മന്തിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഏറ്റവും അവസാനം കുറച്ച് എണ്ണയിൽ കടുകും കറിവേപ്പിലയും താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഉഴുന്നുവട എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. കയ്യിൽ നല്ലപോലെ വെള്ളമൊന്നും ആക്കിയെടുക്കുക. അതിനുശേഷം ഒരല്പം കൂട്ടെടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കുക. നമ്മൾ കയ്യിൽ വെള്ളം ആക്കിയത് കൊണ്ട് തന്നെ കയ്യിൽ പിന്നെ പറ്റി പിടിക്കൊന്നുമില്ല. ഇനി ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഒരു ഹോളാക്കാനായിട്ട് വീണ്ടും വിരൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആക്കിയെടുത്താൽ മതി. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നുവട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒട്ടും തന്നെ ഹാർഡ് ആവാതെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.